നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. എമ്പുരാൻ റീ എഡിറ്റഡ് പതിപ്പ് ഇന്ന് തിയേറ്ററുകളിലേക്ക്. സാങ്കേതിക ജോലികൾ പൂർത്തിയാക്കിയാൽ ഉടൻ പ്രദർശനം. വില്ലൻ കഥാപാത്രത്തിന്റെ പേരുൾപ്പെടെ 17 ഭാഗങ്ങളിൽ റീ എഡിറ്റ്. ഗുജറാത്ത് കലാപം സംബന്ധിച്ച ദൃശ്യങ്ങളും ഒഴിവാക്കി. വിവാദങ്ങൾക്കിടെ 200 കോടി കളക്ഷൻ പിന്നിട്ട് ചിത്രം. എമ്പുരാനെതിരെ NIA നിയമ നടപടി ഉടനെന്ന് വിവരം. ചിത്രത്തിന്റെ വിശദാംശങ്ങളടക്കം ശേഖരിച്ച ശേഷം NIA ആസ്ഥാനത്തേക്ക് റിപ്പോർട്ട് കൈമാറി. ചിത്രത്തിനെതിരെയുള്ള നടപടി ഡൽഹിയിൽ നിന്നുള്ള തീരുമാനത്തിനനുസരിച്ചെന്ന് ഉദ്യോഗസ്ഥർ. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളി. കോൺഗ്രസ് MP-യായ ഹൈബി ഈഡൻ ലോക്സഭയിലും CPIM MP-യായ A റഹീം രാജ്യസഭയിലുമാണ് നോട്ടീസ് നൽകിയിരുന്നത്. കോഴിക്കോട് കടലുണ്ടി TMH ആശുപത്രിയിൽ ലഹരി സംഘത്തിന്റെ അതിക്രമം. അപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന സംഘമാണ് അതിക്രമം നടത്തിയത്. അക്രമികൾ റിസപ്ഷൻ അടിച്ചു തകർക്കുകയും ആശുപത്രി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. അക്രമി സംഘത്തിലെ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി ഉബൈദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബാങ്കോക്കിൽ നിന്ന് 3 കോടി രൂപ വിലമതിക്കുന്ന ലഹരി കടത്തിയ കേസിൽ മലയാളി പിടിയിൽ. കാസർഗോഡ് സ്വദേശി മുഹമ്മദ് ഷെരീഫിനെയാണ് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത്. 3 കിലോഗ്രാം ഹൈഡ്രോപോണിക് കഞ്ചാവ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. ലഹരി മരുന്ന് ബംഗളൂരുവിലേക്ക് കടത്താനായിരുന്നു പദ്ധതി. ബംഗളൂരുവിലെ ഒരു ഡീലർക്ക് ഡെലിവറി ചെയ്യാൻ പോവുകയായിരുന്നുവെന്നും പ്രതി മൊഴി നൽകി. കാസർഗോഡ് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട 16-കാരിയെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചതായി പരാതി. തളിപ്പറമ്പ് സ്വദേശി രാജേഷ് എന്ന അർജുനെതിരെയാണ് പോക്സോ പ്രകാരം പോലീസ് കേസെടുത്തത്. പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. സസ്പെൻസ് ഫേസ്ബുക്ക് പോസ്റ്റുമായി കളക്ടർ N പ്രശാന്ത് IAS. ആ തീരുമാനം ഇന്നെടുക്കുന്നു എന്ന് പറഞ്ഞാണ് പോസ്റ്റ്. 6 മാസത്തിലധികമായി സസ്പെൻഷനിലാണ് N പ്രശാന്ത് IAS. വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ എത്തിക്കാൻ കേന്ദ്ര നീക്കം. നാളെ ബിൽ അവതരിപ്പിക്കുമെന്ന് സൂചന. പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. മേടവിഷുവിനോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. പമ്പാ നദിയിൽ ആറാട്ട് ഏപ്രിൽ 11. വിഷുദിനത്തിൽ രാവിലെ 4 മണി മുതൽ 7 മണി വരെ വിഷുക്കണി ദർശനം. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വില കുറച്ച് എണ്ണ കമ്പനികൾ. 19 കിലോഗ്രാം വാണിജ്യ LPG ഗ്യാസ് സിലിണ്ടറുകൾക്ക് 41 രൂപയാണ് കുറച്ചത്. ദില്ലിയിൽ പുതുക്കിയ റീറ്റെയിൽ വിൽപ്പന വില ഇപ്പോൾ 1762 രൂപയാണ്. ചെന്നൈയിൽ വില 1921.50 കൊച്ചിയിൽ 1767 മുതൽ 1769 രൂപ നിരക്കിലായിരിക്കും വാണിജ്യ സിലിണ്ടറുകൾ ലഭിക്കുക. സമഗ്ര മാറ്റങ്ങളോടെ പുതിയ സാമ്പത്തിക വർഷത്തിന് ഇന്ന് തുടക്കം. ആദായ നികുതി ഇളവടക്കം ബജറ്റ് പ്രഖ്യാപനങ്ങൾ പ്രാബല്യത്തിൽ. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ ആദായ നികുതി അടയ്ക്കേണ്ട. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ റോഡ് നികുതി കൂടും. സംസ്ഥാനത്തെ ഭൂനികുതി വർധനയും ഇന്നു മുതൽ. ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കുമേലും US നികുതി ചുമത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പകരച്ചുങ്കം നിലവിൽ വന്ന ഏപ്രിൽ 2 രാജ്യത്തിന്റെ വിമോചന ദിനമായിരിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ട്രംപ് പ്രഖ്യാപിച്ച പകരച്ചുങ്കം ബുധനാഴ്ച നിലവിൽ വരും. നേരത്തെ 10 മുതൽ 15 വരെ രാജ്യങ്ങൾക്ക് മേലായിരിക്കും നികുതി ചുമത്തുക എന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് തള്ളുന്നതാണ് പുതിയ പ്രസ്താവന. മലപ്പുറം വളാഞ്ചേരിയിൽ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വളാഞ്ചേരി നഗരസഭ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പ്രഖ്യാപനം നടത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ മണലിപ്പുഴയിലേക്ക് മറിഞ്ഞ ഓട്ടോറിക്ഷയിലെ കുടുംബാംഗങ്ങൾക്ക് രക്ഷകരായി പോലീസ് ഉദ്യോഗസ്ഥർ. ഓട്ടോറിക്ഷ യാത്രക്കാരായ 7 അംഗ കുടുംബാംഗങ്ങളെയാണ് ഡ്യൂട്ടി കഴിഞ്ഞു പോവുകയായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷിച്ചത്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷാബു MM, ശരത് NC എന്നിവരാണ് കുടുംബത്തിന് രക്ഷകരായത്.
പത്തനംതിട്ട പന്തളം MC റോഡിൽ വാഹനാപകടത്തിൽ 59-കാരന് ദാരുണാന്ത്യം. ഏഴംകുളം സ്വദേശി മുരുകനാണ് മരിച്ചത്. പന്തളം ഭാഗത്തു നിന്നും വന്ന മിനി ലോറിയും അടൂർ ഭാഗത്തു നിന്നും വന്ന ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. മലപ്പുറം വളാഞ്ചേരിയിൽ 3 കേസുകളിലായി 4 പേരെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ധനസഹായ ശേഖരണ പെട്ടി മോഷ്ടിക്കൽ, ജോലി വാഗ്ദാനം നൽകി പറ്റിക്കൽ, അടയ്ക്ക മോഷണം എന്നീ കേസുകളിലാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇടുക്കി അടിമാലിയിൽ രക്ഷപ്പെട്ടു പോയ കഞ്ചാവ് കേസ് പ്രതിയെ തിരയുന്നതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ മറ്റൊരു മൂവർ സംഘത്തിന്റെ ആക്രമണം. അടിമാലി 200 ഏക്കർ അമ്പലപ്പടി ഭാഗത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ ഉൾപ്പെട്ട 3 പേരെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം ചാത്തന്നൂരിൽ യുവാവിനെ ആക്രമിച്ച പ്രതികൾ പിടിയിൽ. ചിറക്കര സ്വദേശി രൂപേഷ്, അനൂപ്, ഷാജി എന്നിവരാണ് പിടിയിലായത്. മീനാട് ആനന്ദവിലാസം ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയായിരുന്നു ആക്രമണം. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ പണം വെച്ച് ചീട്ട് കളിച്ച 2 പേർ പിടിയിൽ. ജയൻ, മോഹൻലാൽ എന്നിവരെയാണ് കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത്. കാട്ടാക്കട SI മനോജിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ പരിശോധനയിൽ 6430 രൂപയും മദ്യക്കുപ്പിയും കണ്ടെടുത്തു. കൊല്ലത്ത് കേരളത്തിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും MDMA വിതരണം നടത്തിയ യുവാവ് പിടിയിൽ. പിടിയിലായത് നൈജീരിയൻ സ്വദേശി ആഗ്ബേഡോ സോളമൻ. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിലെത്തിയാണ് പ്രതിയെ പിടികൂടിയത്. ഇടുക്കി അടിമാലി കത്തിപ്പാറയിൽ വെച്ച് വാഹനത്തിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന ഒരാൾ പോലീസിന്റെ പിടിയിലായി. 1 കിലോയ്ക്ക് മുകളിൽ കഞ്ചാവും കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തു. സംഭവ സ്ഥലത്തു നിന്നും ഒരാൾ ഓടി രക്ഷപ്പെട്ടു. കണ്ണൂർ പയ്യന്നൂർ JCCന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി അവധിക്കാല സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കും. 12 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ക്യാമ്പ് സംഘടിപ്പിക്കുക. ക്യാമ്പ് ഏപ്രിൽ 5, 6 ദിവസങ്ങളിലായി നടക്കും. കൊച്ചിയിലെ നാവികത്താവളത്തിലെ പുതിയ നോർത്ത് ജെട്ടിയുടെ ഉദ്ഘാടനം നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K. ത്രിപാഠി നിർവഹിച്ചു. വിവിധ തരത്തിലുള്ള നാവിക കപ്പലുകളും സഹായ കപ്പലുകളും അടുപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ജെട്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തൃശൂർ പാവറട്ടിയിൽ ലോക നാടക ദിനത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ നാടക ക്യാമ്പ് സംഘടിപ്പിച്ചു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പ്രശസ്ത നാടക സംവിധായകൻ സൈലു ചാപ്പി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി ആറാട്ടുപുഴ പൂരം പ്രശ്നോത്തരിയിൽ ഊരകം ചേന്നനാത്ത് വീട്ടിൽ ശ്രീഹരി 1-ാം സ്ഥാനത്തിന് അർഹനായി. ഞെരുവിശ്ശേരി പാലാഴി വീട്ടിൽ ഹൃത്വിക് K. മേനോൻ 2-ാം സ്ഥാനവും പെരുവനം മാടശ്ശേരി വീട്ടിൽ വേദിക വിജയകുമാർ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് തൃശൂരിലേക്ക് എത്തിച്ച് പ്രതിഭകൾ അഭിമാനമാണെന്ന് മന്ത്രി K. രാജൻ. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടവും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കളെ ആദരിക്കുന്ന സുവർണോത്സവം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇടുക്കി മാങ്കുളത്തിന്റെ വികസനത്തിന് സഹായകരമാകുന്ന ആലുവ മൂന്നാർ പഴയ രാജപാത മലയോര ഹൈവേ എന്നീ റോഡുകളുമായി ബന്ധപ്പെട്ട നടപടികളിൽ തീരുമാനമെടുക്കുന്നതിനായി മാങ്കുളത്ത് സർവകക്ഷി യോഗം നടന്നു. അഡ്വക്കേറ്റ് A. രാജ MLA യോഗത്തിൽ പങ്കെടുത്തു. വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെയും മറ്റ് ഭരണ സംവിധാനങ്ങളെയും സമീപിക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചു. കണ്ണൂർ പയ്യമ്പലം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 1962 ബാച്ചിലെ SLC വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. പഴയ ഓർമ്മകൾ പങ്കുവെച്ച് 63 വർഷത്തിന് ശേഷമാണ് ഇവർ സ്കൂൾ മുറ്റത്ത് വീണ്ടും ഒത്തുചേരുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ക്ഷേത്രോത്സവത്തിൽ കലാപരിപാടി അവതരിപ്പിക്കാനെത്തിയ കുട്ടികളെ വേദിയിൽ നിന്ന് ഇറക്കിവിട്ട് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ. പരിപാടി അവതരിപ്പിക്കാനെത്തിയ കുട്ടികളിൽ ഒരാളുടെ രക്ഷിതാവ് ഉത്സവ സംഭാവന നൽകാത്തതിലുള്ള പ്രതികാരമാണ് സംഭവത്തിന് പിന്നിൽ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവിനെ വീട്ടിൽ നിന്നും പിടികൂടി. വീട്ടിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ചേങ്കോട്ടുകോണം ആനന്ദേശ്വരത്ത് തൻസീറിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയത്.
തൃശൂർ വടക്കാഞ്ചേരി ഏങ്കക്കാട് 55 വയസ്സുകാരൻ തീവണ്ടിക്ക് മുന്നിൽ ചാടി ജീവനൊടുക്കി. കരുമത്ര സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. ഗേറ്റിന് സമീപം മറ്റുള്ളവരുമായി സംസാരിക്കുന്നതിനിടയിൽ ഇയാൾ ട്രെയിൻ അടുത്തെത്തിയതും ട്രാക്കിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറി അമ്മയും മകളും മരിച്ചു. പേരേറ്റിൽ സ്വദേശികളായ രോഹിണി, മകൾ അഖില എന്നിവരാണ് മരിച്ചത്. ഉത്സവം കണ്ടു മടങ്ങവേ നിയന്ത്രണം വിട്ട റിക്കവറി വാൻ ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നിയന്ത്രണം വിട്ട ബൈക്ക് തൂണിലിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് പൊയ്കമുക്ക് സ്വദേശി വിവേക്. ആറ്റിങ്ങലിൽ നിന്ന് പൊയ്കമുക്ക് ഭാഗത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. കൊല്ലം ചാത്തന്നൂരിൽ ഭിന്നശേഷിക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 56-കാരൻ അറസ്റ്റിൽ. ഉടുക്കറപ്പണ സ്വദേശി യശോധരനാണ് അറസ്റ്റിലായത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പ്രതി കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കാസർഗോഡ് മലബാർ എക്സ്പ്രസിൽ പെൺസുഹൃത്തിനെ മോശമായി നോക്കിയത് ചോദ്യം ചെയ്ത യുവാവിനെ മർദ്ദിച്ച് ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ പ്രതി പിടിയിൽ. തെക്കിൽ മൈലാട്ടി സ്വദേശി എസ് അനിൽകുമാറാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. ഇടുക്കി മൂന്നാർ GH റോഡിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഘർഷം നിയന്ത്രിക്കാനെത്തിയ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥന് നേരെയും ആക്രമണമുണ്ടായി. സംഭവത്തിൽ 5 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ തലോരിൽ മൊബൈൽ ഷോപ്പിൽ വൻ കവർച്ച. 30 ലക്ഷം രൂപയുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പും ടാബുകളും മേശയിൽ സൂക്ഷിച്ച പണവും കവർന്നു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു. തൃശൂർ പുത്തൂരിൽ വീട്ടിൽ നിന്ന് സ്പിരിറ്റ് പിടിച്ചെടുത്തതിന് പിന്നാലെ ജീപ്പ് ഡ്രൈവർ ജീവനൊടുക്കി. പുത്തൂർ കൈനൂർ സ്വദേശി ജോഷിയാണ് മരിച്ചത്. ജോഷിയുടെ വീട്ടിലെ ബാത്റൂമിൽ സൂക്ഷിച്ച 35 ലിറ്ററോളം സ്പിരിറ്റ് പോലീസ് പിടികൂടി. കർണാടകയിൽ പാൽ വില കുത്തനെ കൂട്ടി. മിൽക്ക് ഫെഡറേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന നന്ദിനി പാലിന്റെ വിലയാണ് ലിറ്ററിന് 4 രൂപയായി കൂട്ടിയത്. രാജ്യത്തെ 2ാമത്തെ ക്ഷീരോത്പാദക സംസ്ഥാനമായ കർണാടക കേരളത്തിലേക്കടക്കം പാൽ കയറ്റുമതി ചെയ്താണ് വരുമാനം കണ്ടെത്തുന്നത്. അതേസമയം കേരളത്തിൽ പാലിന് വില കൂട്ടില്ലെന്ന് മിൽമ ചെയർമാൻ. ഇൻഡിഗോ വിമാന കമ്പനിക്ക് 944 കോടി രൂപ പിഴ ചുമത്തി ആദായ നികുതി വകുപ്പ്. 2021-22 സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾക്കായാണ് പിഴ ചുമത്തിയത്. എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ ഉത്തരവ് അംഗീകരിക്കാതെ ഇൻഡിഗോ. വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിശകാണ് നോട്ടീസ് അയക്കാൻ കാരണമെന്ന് കമ്പനി. ഇൻഡിഗോയുടെ മാതൃകമ്പനിയായ ഇന്റർഗ്ലോബ് ഏവിയേഷനാണ് പിഴ ഈടാക്കുമെന്ന ഉത്തരവ് ലഭിച്ചിരിക്കുന്നത്. സ്ത്രീയെ കന്യകാത്വ പരിശോധനയ്ക്ക് വിധേയയാക്കാൻ നിർബന്ധിക്കരുതെന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതി. കന്യകാത്വ പരിശോധനയ്ക്ക് നിർബന്ധിക്കുന്നത് മൗലികാവകാശ ലംഘനമാണെന്നും ഹൈക്കോടതി. ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ച് കന്യകാത്വ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റിനെ സുരക്ഷാ സേന വധിച്ചു. സർക്കാർ തലയ്ക്ക് 25 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച മാവോയിസ്റ്റ് രേണുകയാണ് കൊല്ലപ്പെട്ടത്. ബസ്തർ മേഖലയിലെ ബിജാപൂർ, ദന്തേവാഡ ജില്ലകളുടെ അതിർത്തിയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈനുമായുള്ള വെടിനിർത്തലിൽ ആഴ്ചകളായിട്ടും പുരോഗതിയില്ലാത്തതിനാൽ ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചു. ആഴ്ചകളായി തുടരുന്ന ശ്രമങ്ങൾ എങ്ങുമെത്താത്തതിൽ ട്രംപ് റഷ്യയെ കുറ്റപ്പെടുത്തി. റഷ്യ വെടിനിർത്തലിന് സമ്മതിച്ചില്ലെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 50% തീരുവ ചുമത്തുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. 3ാം തവണയും അമേരിക്കൻ പ്രസിഡന്റ് ആകുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ടെലിവിഷൻ അഭിമുഖത്തിലാണ് ട്രംപ് ഈ കാര്യം വ്യക്തമാക്കിയത്. 2029-ലെ 2ാം കാലാവധി അവസാനിച്ചാൽ 3ാമതും പ്രസിഡന്റായി തുടരുന്നതിനെതിരെയുള്ള ഭരണഘടനാ തടസ്സം നീക്കാനുള്ള മാർഗം തേടുമെന്നും ട്രംപ്.
തിരുവനന്തപുരം നെടുമങ്ങാട് ലഹരി വിരുദ്ധ ബോധവൽക്കരണ വാക്കത്തോൺ സംഘടിപ്പിച്ചു. എക്സൈസ് സർക്കിൾ ഓഫീസും KVSM ഗവൺമെന്റ് കോളേജിലെ NSS യൂണിറ്റും ചേർന്നാണ് സംഘടിപ്പിച്ചത്. കോട്ടയം വേമ്പനാട്ട് കായലിൽ 7 കിലോമീറ്റർ നീന്തിക്കടന്ന് 5 വയസ്സുകാരി. വൈക്കം ഗവൺമെന്റ് LP സ്കൂളിലെ LKG വിദ്യാർത്ഥി പാർവതിയാണ് കായൽ നീന്തിക്കടന്നത്. കൊല്ലം ഉമയനെല്ലൂർ ക്ഷേത്രത്തിലെ ആനവാൽ പിടിച്ചടങ്ങ് നടന്നു. വിദേശികളും സ്വദേശികളും അടക്കം ആയിരങ്ങളാണ് ചടങ്ങ് കാണാനെത്തിയത്. ഉമയനെല്ലൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ചരിത്രപ്രസിദ്ധമായ ആനവാൽ പിടി നടത്തുന്നത്. ആനവാൽ പിടിക്ക് ശേഷം മഹാപ്രസാദ ഊട്ടും നടന്നു. തൃശൂർ വെങ്കിടങ്ങിൽ ഖത്തർ KMCC മണലൂർ നിയോജക മണ്ഡലം റിലീഫ് ഫണ്ട് വെങ്കിടങ്ങ് പഞ്ചായത്തിൽ വിതരണം ചെയ്തു. 1 ലക്ഷം രൂപയുടെ സഹായമാണ് ഖത്തർ KMCC മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ സഹകരണത്തോടെ വിതരണം ചെയ്തു. തിരുവനന്തപുരം വെമ്പായം അബുദാബി KMCC നെടുമങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കന്യാകുളങ്ങര സ്വദേശിക്ക് കുടിവെള്ള കിണർ നിർമ്മാണ സഹായം നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അഡ്വക്കേറ്റ് കണിയാപുരം ഹലീം സഹായം നൽകി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ 33ാമത് ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു. അഡ്വക്കേറ്റ് A. രാജ MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം സംഘടനാ ജനറൽ സെക്രട്ടറി R. രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ തലവടി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിച്ചതിൽ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും അഭിനന്ദന കത്തയച്ചു. തലവടി പഞ്ചായത്തിലെ 11ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പോസ്റ്റ് കാർഡ് രൂപത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. ചെങ്ങന്നൂരിലെ പേരിശ്ശേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ശ്രാദ്ധ പെരുന്നാളിന് തുടക്കമായി. കൊടിയേറ്റ് ഫാദർ കോരിച്ചെറിയാൻ, ഫാദർ രഞ്ജൻ T. ജോൺ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. 4-5 തീയതികളിലാണ് പ്രധാന പെരുന്നാൾ. തിരുവനന്തപുരം പൂവത്തൂരിൽ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ശുചീകരണം നടത്തി. CPIM പൂവത്തൂർ ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന പരിസര ശുചീകരണം ഏരിയ കമ്മിറ്റി അംഗം SS ബിജു ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച ഫ്രണ്ട് ഓഫീസിന്റെ ഉദ്ഘാടനവും മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായുള്ള തദ്ദേശ സ്ഥാപനതല ശുചിത്വ പ്രഖ്യാപനവും അഡ്വക്കേറ്റ് A. രാജ MLA നിർവഹിച്ചു. തൃശൂരിൽ CPIM മണലൂർ ലോക്കൽ കമ്മിറ്റി മയക്കുമരുന്നിനും ലഹരി വ്യാപനത്തിനുമെതിരെ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം അഷ്ടമുടി കായലിന്റെ പുനരുജ്ജീവനത്തിന്റെ ഭാഗമായി 2ാം ഘട്ട കണ്ടൽ വനവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മേയർ ഹണി ബെഞ്ചമിൻ കടലിന്റെ മക്കൾ കൂട്ടായ്മയുടെ പ്രസിഡന്റ് A. പീറ്ററിന് കണ്ടൽ തൈ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിൽ ക്ഷീരകർഷക ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് കണ്ണൂരും മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംഘം പ്രസിഡന്റ് ജോർജ് പന്തപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ചങ്ങനാശ്ശേരി നഗരത്തെ ശുചിത്വ നഗരമായി ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ പ്രഖ്യാപിച്ചു. സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപന വിളംബര റാലിയും സംഘടിപ്പിച്ചു. യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. കോട്ടയം ചങ്ങനാശ്ശേരി ഫൊറോന കൗൺസിൽ ജൂബിലി വർഷ നേതൃസമ്മേളനം നടത്തി. കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും ലഹരിക്കെതിരെ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ചർ ആന്റണി ഏത്തക്കാട് പറഞ്ഞു. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ ആദ്യകാല സോഷ്യലിസ്റ്റ് തോമസ് ജേക്കബിന്റെ 15ാം ചരമവാർഷിക ദിനത്തിൽ രാഷ്ട്രീയ ജനതാദൾ ചങ്ങനാശ്ശേരിയിൽ അനുസ്മരണ സമ്മേളനം നടത്തി. RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ രാഷ്ട്രീയത്തിൽ സോഷ്യലിസ്റ്റ് ചിന്തകളുടെ പ്രസക്തി എന്ന വിഷയത്തിൽ സെമിനാറും നടത്തി. തൃശൂർ ഒല്ലൂർ പടരാട് ഇടവക കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സമുദായ ശാക്തീകരണ സെമിനാറും നടത്തി. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു.
തൃശൂരിലെ തെക്കുംകര പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ വിളംബര ജാഥയും പ്രഖ്യാപനവും നടന്നു. തെക്കുംകര പഞ്ചായത്ത് ഓഫീസിൽ നടന്ന പരിപാടി കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷനായി. തൃശൂരിൽ പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസിലിക്കയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. റവറന്റ് ഫാദർ തോമസ് കാക്കശ്ശേരി മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് കെയർ സൊസൈറ്റി പ്രസിഡന്റ് TK അന്താടിക്കുട്ടി അധ്യക്ഷനായി. തിരുവനന്തപുരം നെടുമങ്ങാടിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്ത് ജോയിന്റ് കൗൺസിൽ നെടുമങ്ങാട് മേഖലാ കമ്മിറ്റി ജീവനക്കാർ. സിന്തറ്റിക് ലഹരി, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ഭരണകൂട നടപടികൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് ജോയിന്റ് കൗൺസിൽ ചെയർമാൻ KP ഗോപകുമാർ അഭിപ്രായപ്പെട്ടു. നെടുമങ്ങാട് KSHB ഹാളിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണവും ഇഫ്താർ സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ആർളം ഫാമിലെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും കൂടുതൽ പണം അനുവദിക്കണമെന്ന് നിരീക്ഷണ സമിതി. സണ്ണി ജോസഫ് MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആർളം ഫാം നിരീക്ഷണ സമിതി യോഗത്തിലാണ് ആവശ്യമുന്നയിച്ചത്. തൃശൂർ കേരള ഖാദി ഗ്രാമ വ്യവസായ അസോസിയേഷന്റെ പുനരുദ്ധീകരിച്ച സ്ലൈവർ പ്ലാന്റ് ഉദ്ഘാടനം സുരേഷ് ഗോപി MP നിർവഹിച്ചു. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസഹായത്തോടു കൂടിയാണ് പ്ലാന്റ് പുനരാരംഭിച്ചത്. മലപ്പുറം വളാഞ്ചേരിയിൽ നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം കോട്ടക്കൽ നിയോജക മണ്ഡലം MLA ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കുള്ള മട്ടുപ്പാവ് കൃഷി മൺചട്ടി വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PT ഷഹനാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VT അമീർ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരത്ത് കടൽ സംരക്ഷണത്തിനായും ലഹരിക്കെതിരെയും ഏകതാ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് എറിക് സ്റ്റീഫന്റെ നേതൃത്വത്തിൽ നടത്തിയ പദയാത്ര തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായ മെത്രാൻ ഡോക്ടർ ക്രിസ്തുദാസ് സാർ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ദ്വിദിന സൈബർ സുരക്ഷാ ശില്പശാല നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ഇലക്ട്രോണിക് വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയവും അമൃത സർവകലാശാലയും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഹോളോ ബ്രിക്സ് കമ്പനി തുരുമ്പെടുത്ത് നശിക്കുന്നതിൽ റീത്ത് സ്ഥാപിച്ച് പ്രതിഷേധിച്ചു. ഓച്ചൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കട്ടക്കോട് തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കുട്ടനാട്ടിൽ നെല്ല് സംഭരണ പ്രതിസന്ധിക്കെതിരെ പ്രതിഷേധ സമരം നടത്തി. സമരം കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സെക്രട്ടറി ടോമിച്ചൻ അയ്യരികുളങ്ങര ഉദ്ഘാടനം ചെയ്തു. പാഡി മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥരും മില്ലുടമകളും ഇപ്പോൾ നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണമെന്നും അനാവശ്യ കിഴിവ് ഈടാക്കി കർഷകരുടെ ആത്മവീര്യം തകർക്കരുതെന്നും സമരത്തിൽ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നെടുമങ്ങാടിൽ ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. ജോയിന്റ് കൗൺസിൽ നെടുമങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടി ജോയിന്റ് കൗൺസിൽ ചെയർമാൻ KP ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ വൈസ് പ്രസിഡന്റ് JK ഷിബു അധ്യക്ഷത വഹിച്ചു. തൃശൂർ മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ റാലിയും സദസ്സും സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും LP സ്കൂളിന്റെയും നേതൃത്വത്തിലാണ് സദസ്സും റാലിയും സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചയേകാൻ നേത്രദാന സമ്മതപത്രവുമായി കത്തോലിക്ക കോൺഗ്രസ്. മരണശേഷം നേത്രദാനം ചെയ്യുന്നതിനുള്ള സമ്മതപത്ര വിതരണോദ്ഘാടനം പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തി. കേരള ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ അങ്കമാലി എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആലപ്പുഴ എടത്വ സെന്റ് അലോഷ്യസ് കോളേജിന് മികച്ച NSS യൂണിറ്റിനുള്ള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അവാർഡ് ലഭിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസറായി മനോജ് സേവ്യറിനെയും മികച്ച വളണ്ടിയറായി S ഹരികൃഷ്ണനെയും തെരഞ്ഞെടുത്തു. ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ അവാർഡുകൾ വിതരണം ചെയ്തു.
തൃശൂർ മണലൂരിൽ BJP മണലൂർ മണ്ഡലം സമ്പൂർണ്ണ സമിതി യോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ കുടിവെള്ള സ്രോതസ്സുകളും കർഷകരുടെ കൃഷിയിടങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചു. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് യോഗം ഉദ്ഘാടനം ചെയ്തു. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.